ഹായ് ഫ്രണ്ട്സ്, ദീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്കൂളത്തെ വാർഷികത്തിൻ്റെ ഡാൻസിനായിട്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് ഇന്നാണ് ഞങ്ങളെ ഡാൻസ്. അങ്ങനെ അന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മയും മുല്ലപ്പൂ വാങ്ങാൻ പോയി. തലേ ദിവസം തന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടിരുന്നു, ചേച്ചിയാണ് ഇട്ടുതന്നത്. അങ്ങനെ അന്ന് അച്ഛൻ കോലൊക്കെ ഉണ്ടാക്കി, പിന്നെ ഡ്രസ്സും സെറ്റാക്കി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ സ്കൂളിൽ എത്തി. വട വെച്ച് മുടി കെട്ടാനാണ് ഞങ്ങൾ വിചാരിച്ചത്. സാന്ദ്രേൻ്റെ അമ്മ എല്ലാവർക്കും വട വെച്ചിട്ടാണ് മുടി കെട്ടി കൊടുത്തു. അങ്ങനെ ഞങ്ങളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാന്ദ്രേൻ്റെ കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവർക്കും ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. എല്ലാവരും അത് കഴിക്കുകയായിരുന്നു. പിന്നെ തലേന്ന് മൈലാഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ വന്നിട്ടാണ് അവൾ മൈലാഞ്ചി ഇട്ടത്. പിന്നെ അവന്തികേൻ്റെ ചേച്ചിയാണ് എല്ലാവർക്കും ലിപ്സ്റ്റിക്കും ഐഷാഡോ ഒക്കെ ഇട്ടുകൊടുത്തത്. എല്ലാവരെയും മേക്കപ്പ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എല്ലാവരും അമ്മമാരും ഉണ്ടായിരുന്നു. രാധുവിൻ്റെ അമ്മയ്ക്ക് ഇന്ന് കല്യാണം ഉള്ളതുകൊണ്ട് രാധുവിൻ്റെ അമ്മ പെട്ടെന്ന് പോയി. ഇതാണ് ഞങ്ങളെ ടീച്ചർ, നീമ ടീച്ചർ. ഞങ്ങൾക്കുള്ള സമയം സെറ്റ് ചെയ്തിട്ടായിരുന്നു. ഞങ്ങളെ മുന്നുള്ള പരിപാടിയായിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഒപ്പനയ്ക്കുള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ മേക്കപ്പ് ചെയ്തതും. ഞങ്ങളവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒപ്പന കുട്ടികളുടെ പുതിയെണ്ണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് അറബിക് ഡാൻസിൻ്റെ കുട്ടികളാണ്. ഇവരത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഞങ്ങളത് തുടങ്ങി. ഞങ്ങളത് ഫസ്റ്റ് തുടങ്ങണതിൻ്റെ മുന്നൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ഫുഡ്. ഞാൻ കഴിച്ചിട്ട് തീരാത്തതുകൊണ്ട് അമ്മയ്ക്ക് വാരി തന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇതാണ് ഞങ്ങളെ കോസ്റ്റ്യൂം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളത് പഞ്ചാബി ഡ്രസ്സായിരുന്നു. കുറേ പേരുടെ മേക്കപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് സംഘനൃത്തത്തിൻ്റെ കുട്ടികളാട്ടോ. ഇതാണ് ഞങ്ങളെ മേക്കപ്പ് ചെയ്യണ ചേച്ചി. ഞങ്ങൾക്ക് കോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് കളിച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഓഡിയൻസിനൊക്കെ കണ്ടപ്പോൾ, പിന്നെ അതങ്ങോട്ട് മാറി. അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് മാറൽ തുടങ്ങി കേട്ടോ. ഇതാ ഞങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഊരി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അമ്മേൻ്റെ അമ്മ 7-Upഉം പഴംപൊരിയും വാങ്ങി തന്നു. തീർത്ഥയ്ക്ക് അടുത്തത് നാടോടി നൃത്തമുണ്ട്. ആത്മജയ്ക്കും അടുത്ത പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുവിന് അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോയി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. ഇതാണ് ആത്മജേൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ ആത്മജേൻ്റെ മേക്കപ്പ് ആൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ മേക്കപ്പ് ചെയ്ത ആ ചേച്ചി തന്നെയാണ് ആത്മജയ്ക്ക് ചെയ്തു കൊടുത്തത്, തീർത്ഥയ്ക്കും. അങ്ങനെ തീർത്ഥൻ്റെ പെർഫോമൻസായി. ഇതാണ് ആത്മജേൻ്റെ പെർഫോമൻസ്. അങ്ങനെ ഇത് ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇതും വേറെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ മേക്കപ്പ് ചെയ്യണ ചേച്ചീനോട് ധ്രുവ്യാശ് നല്ല കമ്പനിയായി. അങ്ങനെ അടുത്ത ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്. അവിടെ നിന്ന് പരിപാടി ഉണ്ട്. അങ്ങോട്ട് ഡാൻസ് കളിക്കാനാണ് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഈ കോസ്റ്റ്യൂമിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോണേ. ഇത് വേറൊരു ഡാൻസ് ആയിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 11 മണി ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഇവരെ ഡാൻസാണ്. ഇതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 9 ആൾക്കാരായിരുന്നു കേട്ടോ. അമ്പലത്തിൽ കളിക്കാനായപ്പോൾ 5 ആൾക്കാരുള്ളൂ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ ട്രോഫി വാങ്ങാൻ വേണ്ടി പോയി. അതിന് ഞങ്ങൾ തിരിച്ച് വന്നു. ഓർണമെൻറ്റ്സൊക്കെ ഊരിയാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത്രയും ദിവസം നല്ല രസമായിരുന്നു. റിഹേഴ്സലും കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.